ദൈവം നല്ലവനാണോ? ചിലർക്ക് ദൈവം നല്ലവനാണ്, ചിലർക്ക് ദൈവം അത്ര നല്ലവനല്ല. എല്ലാം ഭംഗിയായി പോകുന്നവർക്ക്, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർക്ക് ദൈവം നല്ലവനാണ്. എന്നാൽ വലിയ തകർച്ചകളിൽ, വിഷമങ്ങളിൽ കഴിയുന്ന പലരും ചിന്തിക്കുന്നുണ്ട്, ദൈവം നല്ലവനാണോ? ദൈവം നല്ലവനെങ്കിൽ എന്തുകൊണ്ട് എന്നോടിത് ചെയ്തു? ഇത്ര വലിയ ദുരിതം എനിക്ക് എങ്ങനെ സംഭവിച്ചു? പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്നു, മകൻ അപ്പം ചോദിച്ചാൽ പിതാവ് അവന് കല്ല് കൊടുക്കുമോ? മകൻ മീൻ ചോദിച്ചാൽ പിതാവ് അവന് പാമ്പിനെ കൊടുക്കുമോ? ഒരു പിതാവിൻ്റെ മനസ്സാണ്, ഹൃദയമാണ് പറയുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നാം കാണുന്നുണ്ട്, എല്ലാം വിറ്റ് മുടിച്ച് തിരിച്ചു വരുന്ന മകനെ സ്വീകരിക്കുന്ന പിതാവ്. യേശുവിലേക്ക് നോക്കുക. തൻ്റെ കാലുകൾ കണ്ണീര് കൊണ്ട് കുതിർത്ത മറിയത്തിന് മാപ്പ് കൊടുക്കുന്ന യേശു. വിധവയുടെ മരിച്ചു കിടക്കുന്ന മകനെ ജീവിപ്പിച്ച് അവളെ ആശ്വസിപ്പിക്കുന്ന യേശു. ലാസറിൻ്റെ കബറടത്തിൽ കരയുന്ന യേശു. പ്രിയമുള്ളവരെ, ദൈവം വീണ്ടും തൻ്റെ പുത്രനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, തൻ്റെ ജീവൻ നൽകാൻ തക്കവണ്ണം അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നല്ലവനാണ്. നാം ദൈവം നല്ലവനല്ല എന്ന് പറയുന്നത് സാത്താൻ്റെ കെണിയിൽ നമ്മൾ പെടുമ്പോഴാണ്. പലപ്പോഴും നാം ചെയ്യരുതാത്തൊരു കാര്യം, നമ്മുടെ ജീവിതത്തെ മറ്റൊരു ജീവിതവുമായി, മറ്റൊരാളുടെ ജീവിത സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്ത് നാം പലപ്പോഴും കെണിയിലകപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം തീർച്ചയായിട്ടും നല്ലവനാണ്. നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശക്തി, കൃപ സ്വീകരിക്കണമെങ്കിൽ നാം എന്നും പറയണം, ദൈവം നല്ലവനാണ്. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. പ്രൈസ് ദി ലോർഡ്.